ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ മുത്തശ്ശനെല്ലാം അഭിനയിക്കുകയായിരുന്നെന്നും തന്നോടും അതുപോലെ തന്നെ നയനയെടുത്തും വല്ലാത്ത സ്നേഹം മുത്തശ്ശനുണ്ടെന്നും ആദർശ് നയനയ്ക്ക് മനസ്സിലാവാണ്. മുത്തശ്ശൻ തന്നെ അവരെ നേരിട്ട് കാണാൻ വരുന്നുണ്ട്. ശേഷം രണ്ടുപേരും അനന്തപുരിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. അതേസമയം നമ്മുടെ മുത്തശ്ശൻ നേരെ പോണത് നാഗേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ടാണ്. നാഗേന്ദ്രനോട് ചോദിക്കണ്ടേ, എടാ നിന്റെ തനി പകർപ്പാടാ അബി എന്ന് പറഞ്ഞ നിന്റെ പുന്നാര മോൻ. വീട്ടിലൊരു മോളുണ്ട്, ചന്തുമോൾ. അവളെ ഒരു പാവപ്പെട്ട പെൺകുട്ടിനെ ചതിച്ച് പറ്റിച്ച് ആ പെൺകുട്ടി ഗർഭിണിയായപ്പോഴേക്കും ഉപേക്ഷിച്ചു പോയവനാ നിന്റെ മകൻ അബി. അതിലുണ്ടായ മകള് ചന്തുമോള് ഞങ്ങളുടെ പൊന്നോമനയായിട്ടാ ഇപ്പൊ വളരണത്. അതുപോലെ നിനക്ക് എത്ര ഭാര്യമാരുണ്ടടാ, എത്ര കുട്ടികളുണ്ടടാ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കാകെ ഒരേ ഒരു ഭാര്യയുള്ളൂ, അത് ജലജയാണ്. എനിക്കാകെ 2 മക്കളേ ഉള്ളൂ, അത് എന്റെ അബിയും അതുപോലെ തന്നെ അവന്തികയാണ്. അവന്തിക എന്റെ കൂടെ അല്ല, നിങ്ങളുടെ കൂടെയാണല്ലോ നിൽപ്പ്. അതുകൊണ്ട് അവളെ ഞാൻ വിളിക്കാനോ കാണാനോ ശ്രമിക്കാറില്ല. പിന്നെ അബി, അവനാ എന്റെ ഇപ്പോഴും മകനായിട്ടുള്ളത്. പിന്നെ AN ജ്വല്ലറിയുടെ AN എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയും അബിയും അതുപോലെ തന്നെ അവന്തികയാണ്. എന്നെന്ന് വെച്ചാൽ ഞാൻ നാഗേന്ദ്രൻ. അപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലായില്ലേ എന്റെ മക്കളെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ എന്റെ മക്കളെയും ഭാര്യനെയും മറന്ന് ജീവിച്ചിട്ടൊന്നുമില്ല എന്ന് പറയണം. ഇത് കേട്ട് മുത്തശ്ശൻ വേണ്ട, എന്തായാലും ശരി, ഇനി എന്റെ മക്കളുടെയോ മരുമക്കളുടെയോ കൊച്ചുമക്കളുടെയോ എന്റെയോ എന്റെ തറവാടിന്റെയോ 7 നിന്നെ കണ്ടുപോയിക്കാൻ മുമ്പത്തെ പോലെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്, പറഞ്ഞേക്കാൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനെ അവിടുന്ന് പോകാട്ടോ. നാഗേന്ദ്രനാകെ ചമ്മി നാണം കെട്ട് തിരിച്ചു പോകുന്നുണ്ട്. അതേസമയം അനിയാണെന്നുണ്ടെങ്കിലോ നമ്മുടെ നവീന്റെ അടുത്തൊരു സഹായം ചോദിക്കുകയാണ്. എടാ നീ ഈ വിവാഹം നിശ്ചയം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മുടക്കിത്താടാ. അതെന്താടാ വിവാഹ നിശ്ചയം മുടക്കണോന്ന് നീ പറയണത്? നിന്റെ മനസ്സിൽ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ടോ? എന്റെ മനസ്സിലൊരു പെണ്ണുമില്ല എന്ന് അനി പറയുമ്പോ നവീൻ മനസ്സിൽ വിചാരിക്കണം, നിന്റെ മനസ്സിലെ എന്റെ പെണ്ണാന്ന് എനിക്കറിയാടാ, ഒരിക്കലും നിന്നെ അവൾക്ക് ഞാൻ വിട്ടു തരില്ലടാ എന്നൊക്കെ നവീൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണ്ടേ. എന്താ നീ ആലോചിക്കണത് എന്ന് അനി ചോദിക്കുമ്പോ ഒന്നുമില്ല. അല്ല, ഈ വിവാഹ നിശ്ചയം എങ്ങനെ മുടക്കണോന്നാ നീ പറയണത്? അല്ല, ഏതെങ്കിലും തരത്തിൽ അത് മുടക്കി കഴിഞ്ഞാ അത് എന്റെ മുത്തശ്ശിനറിയും, എന്റെ മുത്തശ്ശൻ നിന്റെ മുത്തശ്ശനോട് പറയും, പിന്നെ ആകെ പ്രശ്നമാകും. എടാ, ആരും അറിയാത്ത രീതിയിൽ മുടക്കിയാൽ മതി. ദേ അവളുണ്ടല്ലോ ആ അനാമിക അടുത്തൊന്ന് പറ ഈ ഞായറാഴ്ച എന്റെ വിവാഹ നിശ്ചയമാണെന്ന്. ബാക്കിയെല്ലാം അവള് നോക്കിക്കോളും. അല്ല, നീ എന്താ ഉദ്ദേശിക്കണത്? അല്ല, അവളോട് നീ പറയണം വിവാഹമോചനം ഇപ്പോഴൊന്നും നടത്താൻ പറ്റില്ലെന്നും, വിവാഹമോചനം നീട്ടി എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകുമോ അത്രത്തോളം നീട്ടിക്കൊണ്ടുപോകണമെന്നും, അത് മാത്രല്ല ഞായറാഴ്ചത്തെ വിവാഹ നിശ്ചയം നടക്കാൻ പോവാണ്, അത് മുടക്കാൻ വേണ്ടി വരണമെന്നും എല്ലാം നീ പറയുകയാണെങ്കിൽ അവൾ അത് കേൾക്കേണ്ട ബാധി കേട്ട ബാധി ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. പിന്നെ വിവാഹ നിശ്ചയമൊക്കെ അവള് മുടക്കിക്കോളും എന്ന് പറയാണ്. അത് നല്ലൊരു ഐഡിയ ആടാ നീ. അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അനാമിക അടുത്ത് സംസാരിക്കാം. ശരിയിടാ എന്ന് പറഞ്ഞിട്ട് അനി അവിടുന്ന് പോകാണ്. ആ സമയത്ത് നവീൻ മനസ്സിൽ വിചാരിക്കണം, ഞാൻ ഇത് പോയിട്ട് അനാമിക അടുത്ത് പറയണം, അനാമിക വിവാഹ നിശ്ചയം മുടക്കണം. ഇല്ലട മോനെ, ഇതൊക്കെ ഞാനും അനാമികയും എത്ര ദിവസം മുമ്പേ സംസാരിച്ച കാര്യങ്ങളാണ്. നിന്റെ വിവാഹ നിശ്ചയം മുടക്കാൻ അവൾ ഒരിക്കലും വരാൻ പോണില്ല. നിന്റെ തലയിൽ തന്നെ ആകും അവൾ, ആ അവന്തിക. അല്ലെങ്കിൽ നിനക്ക് അവളെ കെട്ടി സമാധാനത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെ തറവാട്ടി ജീവിച്ചൂടെ? നീ എന്തിനാണ് നവീന്റെ പെണ്ണായിട്ടുള്ള നന്ദുവിന്റെ പുറകെ നടക്കുന്നത്, വൃത്തികെട്ടവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ അവിടെ നിന്ന് പോവാട്ടോ. ആ സമയത്ത് എനിക്ക് ഭയങ്കര സമാധാനം, നവീൻ എങ്ങനെയെങ്കിലൊക്കെ അനാമികനെ പറഞ്ഞറിയിച്ച് കുത്തിയിളക്കി വിവാഹ നിശ്ചയം മുടക്കാൻ വരുമല്ലോ. ആ ഒരു സമാധാനത്തിലാണ് പിന്നെ അനി അങ്ങോട്ട് നിൽക്കണം കേട്ടോ. പിന്നീട് നമ്മുടെ അബിയാണെങ്കിൽ നാണക്കേട് കാണുന്ന റൂമിനെ പുറത്തു പോലും ഇറങ്ങുന്നില്ല. അപ്പോ നമ്മുടെ നവ്യ ചോദിക്കണ്ടല്ല, അബി നീ എപ്പോഴും ഇങ്ങനെ റൂമിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, പുറത്തേക്കൊന്നും ഇറങ്ങണം. എനിക്ക് വയ്യ, എല്ലാവരുടെയും പരിഹസിച്ചുള്ള മുഖവും ചിരിയും എല്ലാവരുടെ ഒരു നോട്ടം അതൊന്നും കാണാം, എനിക്ക് വയ്യ. അതൊക്കെ കുറച്ച് കാണേണ്ടി വരും. എന്തൊക്കെ പറഞ്ഞാലും തോൽവി തന്നെയാണല്ലോ. പക്ഷെ നീ വിഷമിക്കണ്ട, ഇന്നൊരു തോൽവി സംഭവിച്ച നാളൊരു വിജയം സംഭവിക്കും. എവിടെന്ന് എത്ര പ്രാവശ്യം തോറ്റുപോയി. എന്നാലും നീ മാളവികനെ വിശ്വസിച്ചു പോയത് ഭയങ്കര കുഴപ്പമായി പോയി. മാളവികയാണ് കൂടെ നിന്ന് ചതിച്ചേ അല്ലേ? അതെ, അവള് തന്നെ എന്ന് പറയാണ്. അതൊക്കെ എന്തായാലും പോട്ടെ, അവളിപ്പോ ഭർത്താവിന്റെ കൂടെ UK പോയെന്നാണ് അറിഞ്ഞത്. അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞു? അല്ല, ഇവിടെ ഇവര് സംസാരമൊക്കെ കേട്ടു. അല്ല, നീ ഇങ്ങനെ അടച്ചുമൂടി റൂമിലിരിക്കാണ്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങ് എന്ന് നവ്യ പറയാണ്. അങ്ങനെ അബീനെ പിടിച്ച് തള്ളി പുറത്തേക്ക് ഇടുന്നുണ്ട്, പുറത്തേക്കൊന്ന് കറങ്ങി വരാൻ പറഞ്ഞിട്ട്. അതേസമയം നവ്യാണെങ്കിൽ പിന്നെ വാച്ചിയുടെ അവന്തികനെയാണ് കേട്ടോ. ഇവളുടെ കള്ളത്തര എങ്ങനെയെങ്കിലും മുത്തശ്ശനിൽ അറിയിക്കണം. കാരണം ഇവളെന്തോ പരിശുദ്ധിയായിട്ടുള്ള സംഭവമാണെന്നാണ് മുത്തശ്ശന്റെയും ഇവിടെയുള്ള ബാക്കിയുള്ളവരുടെയും വിചാരം. പക്ഷെ അവൾ അങ്ങനെയല്ലെന്നും വിഷപ്പാമ്പാണെന്നും നാഗേന്ദ്രൻ കിങ് ഓഫ് കോബ്ര ആണെങ്കിലും
കിങ് ഓഫ് കോബ്രയുടെ മകളാണ് ഈ അവന്തിക. അപ്പൊ ആ ഒരു വിഷം ഇവളിലുണ്ടെന്നുള്ള കാര്യം എല്ലാവരും അറിയിച്ചേ പറ്റൂ. പക്ഷെ താൻ ഇത് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. വിവാഹം മുടക്കാൻ വേണ്ടി ഞാൻ ഒരേന്ന് പറഞ്ഞുണ്ടാക്കണതാന്നേ പറയുള്ളൂ. അതുകൊണ്ട് ഇത് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരേ ഒരു വഴി മാത്രമേ ചെയ്യാനുള്ളൂ. തന്റെ ഫ്രണ്ടിന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ച എന്തായാലും ആദർശമായിട്ടും വിശ്വസിക്കും. കാരണം എപ്പോഴും അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും അവരെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലേ നവ്യ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊരു മെസ്സേജ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ആദർശ് നയനയും അതിനെക്കുറിച്ച് ചിന്തിക്കും. അതെ, അത് തന്നെയാണ് വേണ്ടത് എന്ന് നവ്യക്ക് മനസ്സിലാവാണ്. നവ്യ കൂട്ടുകാരനെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കാണ്. അവന്തിക ഒരു ഉടായിപ്പാണെന്നും അവളെ ഫോളോ ചെയ്ത സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. അത് ആ മെസ്സേജ് ആദർശ് നയനെ കാണിക്കണ്ട്. നയനെ പറയണ്ട്, ഇങ്ങനത്തെ ഒരു മെസ്സേജ് വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് അന്വേഷിക്കണം ആദർശേട്ടാ. വേറൊന്നല്ല, എനിക്ക് ഒരു പ്രാവശ്യം ഒരു ചതി സംഭവിച്ചാണ്, ഇനി അത് സംഭവിക്കരുത്. താൻ പറഞ്ഞ ശരിയാടോ, ഈ നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നതല്ല നമ്മളെ സംരക്ഷിക്കുന്ന മെസ്സേജാ, നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുടെ മെസ്സേജാ. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ വാസ്തവമുണ്ട്, നമുക്ക് അവളൊന്ന് നിരീക്ഷിച്ചു നോക്കാം എന്ന് പറയാണ്. അങ്ങനെ അവന്തികനെ നിരീക്ഷിക്കാൻ തുടങ്ങാണ് നമ്മുടെ ആദർശ് നയനയും കൂടി. അങ്ങനെ ആ സത്യം മനസ്സിലാക്കാണ് അവന്തിക ലോകം ഉടായിപ്പാണെന്ന്. അത് മനസ്സിലാക്കിയ ആദർശ് നയനയും ഇതെങ്ങനെയെങ്കിലും വിവാഹ നിശ്ചയം മുടക്കണം എന്ന് വിചാരിക്കുകയാണ്. മുത്തശ്ശനെ അറിയിക്കുകയും വേണം, കൈയോടെ പിടിച്ചു കൊടുക്കുകയും വേണം. അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ മേനോണ്ടിരിക്കുകയാണ് നമ്മുടെ ആദർശ് നയനയും കൂടി. പക്ഷെ മുത്തശ്ശന് അത് നേരത്തെ മനസ്സിലായിട്ടോ അവന്തിക ഒരു ഉടായിപ്പാണെന്ന്. വിവാഹ നിശ്ചയം കൊണ്ട് വരട്ടെ, അവളുടെ തനി നിറം പുറത്താക്കാമെന്ന് പറഞ്ഞാണ് മുത്തശ്ശൻ ഇങ്ങനെ മിണ്ടാതിരിക്കണത്. വിവാഹ നിശ്ചയം വരെ അത് പോട്ടെ, അവള് മിണ്ടാതൊരു മൂലയ്ക്ക് ഇരുന്നോളോലോ. അവളിപ്പോ ശത്രുപക്ഷത്തല്ല എന്നൊരു വിചാരം അവളുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവള് വേറെ ആരും ഉപദ്രവിക്കണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മുടെ മുത്തശ്ശൻ മിണ്ടാതിരിക്കുന്നത്. പക്ഷെ വിവാഹ നിശ്ചയ ദിവസമാണ് നമ്മുടെ മുത്തശ്ശൻ ആ ഒരു ആദർശം നയനയും പറയാതെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങളിത് മനസ്സിലാക്കുന്ന മുമ്പേ ഞാൻ അവളെ മനസ്സിലാക്കിയതാണ്. നാഗേന്ദ്രന്റെ അതേ സ്വഭാവമാണ് രണ്ടു മക്കൾക്കും കിട്ടിയേക്കണത്, അബിക്കും അവന്തികക്കും. അബിക്ക് കുറച്ചു ബുദ്ധി കുറവാ, അതുകൊണ്ട് പെണ്ണുങ്ങൾ ഇത്തിരി സ്നേഹം കൂടുതൽ കാണിച്ച അവൻ അങ്ങനെ മലക്കം മറന്ന് മനസ്സിലെ പല രഹസ്യങ്ങളും പുറത്തു പറയും. പക്ഷെ അവന്തിക അങ്ങനെയല്ല, അവളുടെ മനസ്സിലെ രഹസ്യം അവൾ ഒരിക്കലും പുറത്തു പറയില്ല. പക്ഷെ അവളിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു. അതുകൊണ്ടാ ഞാൻ അവളെ നിരീക്ഷിച്ചത്. സത്യം മനസ്സിലാക്കി, അവളാണ് ആ നാഗേന്ദ്രന്റെ വലങ്കൈ. അതായത് അബീനേക്കാളും നാഗേന്ദ്രനെ സ്നേഹിക്കണം മകൾ എന്ന് പറയുന്നത് അവന്തികയാണ്. അതുകൊണ്ട് അവന്തികക്ക് ഒരു പണി കൊടുക്കാൻ തന്നെയാണ് മുത്തശ്ശൻ ഈ വിവാഹ നിശ്ചയവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും വലിയൊരു കോലാഹലം തന്നെയാണ് ഈ വിവാഹ നിശ്ചയ ദിവസം നടക്കാൻ വേണ്ടി പോണത്. എന്തായാലും എനിക്കും നന്ദുക്കും ഭയങ്കര സന്തോഷമാവട്ടെ, കാരണം വിവാഹ നിശ്ചയം മുടങ്ങും. ഇനിയിപ്പോ നന്ദു ഞാൻ കനകയും ഗോവിന്ദനെ സമ്മതിച്ചാൽ മാത്രം മതി, അവരുടെ വിവാഹവും നടക്കും. എന്തായാലും അവരുടെ വിവാഹമൊക്കെ നടക്കും, അത് വേറെ കാര്യം. തമിഴിൽ അങ്ങനെയാണല്ലോ, അവരുടെ വിവാഹം നടക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിലും നടക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. എന്തായാലും ഓരോ ദിവസം കഴിയുന്നതോടെ പുതിയ പുതിയ കഥയായതുകൊണ്ട് ഇപ്പൊ സീരിയൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. ഈ വലിച്ചു നീട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല, പെട്ടെന്നാണ് ഓരോരോ കഥയിലേക്ക് ഇങ്ങനെ പുതിയ പുതിയ സ്റ്റോറി വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഭാഗത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.